വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ കട്ടാടശ്ശേരി. ഏതാണ്ട് കൊല്ലവർഷം 1800 മധ്യത്തിൽ ഗദാധർ ചതോപാധ്യായ എന്ന കൽക്കത്തക്കാരനായ യുവാവ് തൻ്റെ പതിവ് ഗൃഹപാഠങ്ങൾക്ക് ശേഷം കൊയ്തൊഴിഞ്ഞ പാടവരമ്പിലൂടെ നടക്കാനിറങ്ങി. സ്നേഹത്തിൻ്റെ ഹൃദയപാഠങ്ങൾ ചിന്തയിൽ നിറച്ചുവെച്ച ലളിത യൗവനം. ഏറെ ദൂരം നടന്ന ഗദാധരൻ നീല പടർന്നു കയറിയ ആകാശത്തിൻ്റെ അരികുകളിലേക്ക് കണ്ണയച്ചുകൊണ്ട് തല മുകളിലേക്ക് ഉയർത്തി. അങ്ങിങ്ങ് വെളുത്ത മേഘക്കെട്ടുകൾ. പെട്ടെന്ന് കറുപ്പ് നിറത്തിലുള്ള ഒരു കൂട്ടം പക്ഷികൾ വെളുത്ത മേഘങ്ങൾക്കെതിരെ അതിവേഗം പറന്നു നീങ്ങി. തൻ്റെ കണ്ണുകൾ താനേ അടഞ്ഞു പോകുന്നതും മനസ്സിൽ മറ്റെന്തോ സംഭവിക്കുന്നതും ഞൊടിയിട കൊണ്ട് ഗദാധർ ചതോപാധ്യായയ്ക്ക് മനസ്സിലായി. ഏറെ നേരം വയൽവരമ്പിലിരുന്ന ശേഷം തൻ്റെ ഭാരരഹിതമായ ശിരസ്സുമായി വീട്ടിലേക്ക് തിരിച്ചുപോയ ആ യുവാവിൻ്റെ സ്നേഹസമ്പൂർണമായ പരിവർത്തിത ഭാവങ്ങൾക്ക് ഭാരതം പിന്നീട് സാക്ഷിയായി. തൻ്റെ വിചാരങ്ങളെ പ്രായോഗിക അനുഭവത്തിൽ കൂടുതൽ പരീക്ഷിച്ചറിയാനുള്ള അസാമാന്യ വൈഭവം ആ യുവാവിനുണ്ടായിരുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിന് മതങ്ങളെക്കാളേറെ മാനവികതയ്ക്കും അവരവരുടെ പ്രവൃത്തികൾക്കുമാണ് പ്രസക്തിയെന്ന് അദ്ദേഹം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സൂഫിസത്തിൻ്റെയും ഇസ്ലാം ക്രിസ്ത്യൻ മതവിശേഷങ്ങളുടെയും പ്രാധാന്യം എന്താണെന്ന് ഗദാധർ ചതോപാധ്യായ തിരിച്ചറിഞ്ഞു. തീർത്തും യുക്തിവാദ ചിന്തകളിൽ അഭിരമിച്ചിരുന്ന നരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരിൽ നിന്ന് ഒരു സ്വാമി വിവേകാനന്ദനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഗദാധർ ചതോപാധ്യായാണ് സാക്ഷാൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് നാമൊക്കെ ഇന്ന് പഠിക്കുന്ന മഹാനുഭാവനായി മാറിയത്. മതങ്ങളുടെ ചട്ടക്കൂടുകൾക്കപ്പുറമാണ് മാനവികത എന്ന തത്വം ഈ ലോകത്തിന് സോദാഹരണം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ അപൂർവം പ്രതിഭകളിൽ പ്രഥമഗണനീയനാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും സൂത്രവാക്യങ്ങൾ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ഷുഭിത വർത്തമാനത്തിൽ മനുഷ്യത്വം പഠിപ്പിക്കാൻ കൂടി നാം നേരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുദേവന് വിജ്ഞാനത്തിലൂടെ ആർജിച്ചെടുക്കുന്ന സ്നേഹത്തെക്കുറിച്ച് തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. അതിർത്തികളിൽ നിന്ന് അതിർത്തികളിലേക്ക് വിദ്വേഷം വിന്യസിക്കപ്പെടുമ്പോൾ ക്ലാസ് മുറികളിലെ അച്ചടക്കങ്ങൾക്കൊപ്പം അക്ഷരബോധത്തിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ സൂത്രവാക്യങ്ങൾ കൂടി നാം പണിതെടുക്കേണ്ടതുണ്ട്. വിദ്യാലയങ്ങളുടെ വികാസം ഭൗതികമായി മാത്രം കാണുന്നതിൽ അർത്ഥമില്ലെന്നും മാനസിക വികാസം സാധ്യമാക്കുന്നിടത്താണ് ഒരു അധ്യാപകൻ വഴികാട്ടിയായി തീരുന്നതെന്നും മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു വ്യക്തി രൂപപ്പെടുന്നത് അയാളുടെ പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിൻ്റെ പ്രാരംഭദശയിലാണെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായം. പഠിക്കുന്നത് ജീവിതഗന്ധിയായ സത്കർമ്മങ്ങളുടെ ബാലപാഠങ്ങളാകുമ്പോൾ മാത്രമാണ് അത് ജീവിതോപകാരിയും ജീവനോപാധിയുമായി തീരുന്നത്. പ്രായോഗിക പാഠങ്ങളിൽ നിന്ന് ജീവിതം കണ്ടെടുത്ത ദശരഥ് മാഞ്ചി എന്ന ഭാരതീയനായ ചെറുപ്പക്കാരൻ അസുഖബാധിതയായ മാതാവിനെ നഗരത്തിലെ ആശുപത്രിയിലെത്തിക്കാൻ മണിക്കൂറുകൾ ചുമന്നു നടക്കുകയും കാലതാമസത്താൽ യാത്രാമധ്യേ അവർ മരണപ്പെടുകയും ചെയ്തപ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ ബോധവാനായത്. ആ സ്വയം ബോധ്യത്തിൽ നിന്നാണ് ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഒറ്റയ്ക്കൊരു തുരങ്കം നിർമ്മിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിലൂടെ തനിച്ച് താൻ നിർമ്മിച്ച തുരങ്കം നാട്ടിൻപുറത്തെ നഗരവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സന്തോഷമായിരുന്നില്ല അദ്ദേഹത്തെ അഭിമാനിയാക്കിയത്. അശ്രാന്ത പരിശ്രമത്തിൻ്റെയും അത്യധ്വാനത്തിൻ്റെയും വിയർപ്പ് നൽകുന്ന പാഠം തന്നെയാണ് ജീവിതത്തെ മഹത്തരമാക്കുന്നത് എന്ന ചിന്തയായിരുന്നു ദശരഥ് മാഞ്ചിയെ വ്യത്യസ്തനാക്കിയത്. അറിവുകൾ പങ്കുവയ്ക്കാനുള്ള പ്രതലങ്ങളായി അക്കാദമിക തലങ്ങൾ മാറ്റപ്പെടുകയും വ്യക്തിയെ സമ്പൂർണ്ണ പരിവർത്തിതനാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുന്നിടത്താണ് പാഠശാലകൾ വിജയം കൈവരിക്കുന്നത് എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഇല്ലായ്മയുടെയും നിരന്തര യാതനകളുടെയും ഒപ്പം വളർന്ന ഒരു മഹാനുഭാവൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലായിട്ടുണ്ടെങ്കിൽ അത്തരം ആർജവങ്ങൾ തന്നെയായിരിക്കണം നമ്മുടെ തലമുറയുടെ ഊർജവും ഉത്സാഹവും. നന്മയുടെ പൂമരങ്ങളാകുവാൻ കുട്ടികൾക്ക് കഴിയുമ്പോഴാണ് തിന്മ എന്ന പദം തന്നെ മാഞ്ഞു പോകുന്നത്. തലമുറകളുടെ യാത്രകൾക്ക് ഓരോ പ്രഭാതവും നൽകുന്ന ഊർജം ഇത്തരം ജ്ഞാനസമ്പാദന രീതികളായിരിക്കണം. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.